തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡീലിമിറ്റേഷനാണ്. ആ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് ധാരാളം പരാതികളുണ്ടായി. ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് വിജയിക്കാൻ വേണ്ടി വാർഡുകൾ വിഭജിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടു. ഞങ്ങളത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. അതിനെതിരെ നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധികൾക്ക്, ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു. ആ പരാതികൾ പരിശോധിച്ചിട്ട് അതിൽ ഹിയറിംഗ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ, ആ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷനായിരുന്നു. ഒരു ദിവസം 1500-2000 പരാതികളാണ് കേട്ടത്. ഒരു ദിവസത്തിൽ കിട്ടുക 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂർ കൊണ്ട് 1500 പരാതികൾ കേട്ടിട്ട് തീർപ്പാക്കുകയാണ് ചെയ്തത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും. ഒരു പ്രഹസനം. അപ്പോൾ നീതിന്യായ നടപടികളെ പ്രഹസനമാക്കുന്ന സ്വഭാവം ഉണ്ടായി. അത് ഏറ്റവും ജുഗുപ്സാവഹമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ കക്ഷികളോടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടുമുള്ള കടുത്ത അവഹേളനമാണ്. ഇതിനെതിരെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായുമുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ നീതി നിർവഹണത്തിന് സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.